ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയം രാവിലെ 7 മണി. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ഓണം ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തൃശ്ശൂർ പോയി വരാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർ ചിറക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ സിജോസ് ഹട്ട് ആൻഡ് ട്രീ ഹൗസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അവിടെ വെച്ചാണ് നമ്മളെ ഷൂട്ട്. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേയും കൂടെ ഉണ്ട്. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒന്ന് അതിരപ്പള്ളിയൊക്കെ ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി നമ്മൾ 6 പേരുണ്ട്. പക്ഷെ ഒരാൾ അവിടെ തൃശ്ശൂർ തന്നെ ഉള്ള ആളാണ്. പിന്നെ മറ്റേ ആൾ ഡയറക്റ്റ് തൃശ്ശൂരേക്ക് എത്തിക്കോളാം എന്നാണ് പറഞ്ഞത്. നമ്മളെ കൂടെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ എക്സ്ട്രാ ഉള്ള ആൾ നമ്മളെ ഫോട്ടോഗ്രാഫറാണ്. നമ്മളെ ഗ്യാങ്ങിൻ്റെ ഒരേ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇൻഷാദ് എന്നാണ് പേര്. പിന്നെ നമ്മളാരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് വഴിയിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടപ്പം കയറിയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഒന്നും കഴിക്കാത്ത മസാല ദോശയും പത്തിരിയും പൊറോട്ടയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വെസ്റ്റേൺ ലേഡി കണ്ടപ്പോൾ അവിടെ ഒന്ന് ചുമ്മാ കയറി ഇറങ്ങി പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യാൻ കുറേ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് തിരിഞ്ഞളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദ ഹട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു. ശരിക്കും ഞങ്ങൾ നേരത്തെ വന്ന് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നായിരുന്നു. പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പം തന്നെ നമ്മളെ വരവേൽക്കാനായിട്ട് ഒരു മാവേലിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പിന്നെ 2 ആൾക്കാരെ നമ്മളവിടെ പോസ്റ്റാക്കി നിർത്തിയല്ലോ. അപ്പോൾ അവരെ വായിന്നുണ്ടെങ്കിൽ കേൾക്കുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് കയറണം. അതെന്ത് ഫ്രൂട്ടാണാവോ? ഒരു പീച്ചൊക്കെ പോലെ ഉണ്ട് കണ്ടിട്ട്. വാവ്, അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് നടന്നപ്പോഴത്തേക്ക് അടിപൊളി പുഴയൊക്കെ ഉണ്ട് കേട്ടോ. നൈസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ബോട്ട് ഹൗസ് ബോട്ടല്ല, ബോട്ട് ഹൗസ്. ഇതിൻ്റെ ഉള്ളിലൊരു റൂമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലിപ്പം അവരെന്നെ തല്ലിക്കൊല്ലും. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് നടന്നിട്ട് കാണാം. അവിടെ ഒരു ചെറിയൊരു കനാൽ പോലെ ഉണ്ട്. പിന്നെന്താ അത്, വട്ടത്തോണി, കൊറാക്കൽ ബോട്ട് അങ്ങനെയല്ലേ അതിന് പറയാം. ആ ഒരു സംഭവം കൂടെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഇഷ്ടമായി. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ സ്ലൈഡൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ കാണാം അവിടെ. പിന്നെ ഇതാണ് നമ്മുടെ ട്രീ ഹൗസ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് രാത്രി പോവാം. രാത്രി നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അപ്പുറത്തൊരു പൂളും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ കണ്ട ബോട്ട് ഹൗസ് ഇല്ലേ, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ റൂമെന്ന്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇൻഷാദിന് റൂം കൊടുത്തത്, നമ്മളെ ഫോട്ടോഗ്രാഫറിന്. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 പേര് മുറുക്കോ അങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയോ പെട്ടിയും പാണ്ടവും തൂക്കിയിട്ടത് ഒരു യുവതി കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ എടുത്തിട്ട് ഇനി റൂമിലേക്ക് കയറാം. ആ മേലെ നിൽക്കുന്ന 2 മലയാളി മങ്കന്മാരെ കണ്ടോ? അവരാണ് ഞങ്ങളെ കൂടെ ഇല്ലാതിരുന്ന 2 പേര്. ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തിയോണ്ട് തന്നെ ഞങ്ങളെ ചീത്ത വിളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് 2 പേരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ലൈം ജ്യൂസ് ആയിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ
ഷൂട്ടിന് വേണ്ടി റെഡി ആവാൻ പോവാണ്. ഞാനിപ്പോൾ ഇട്ട ഈ കോസ്റ്റ്യൂം എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. ബ്ലൗസ് ആക്ച്വലി ഒരു ഓൾഡ് ബ്ലൗസ് ആയിരുന്നു, അതും അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്താണ്. പക്ഷേ അത് വേറൊരു ടൈപ്പിലായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഞാൻ ഇങ്ങനെ ഷൂട്ടുള്ളതുകൊണ്ട് തലേന്ന് രാത്രി പാവം അമ്മേനെ കൊണ്ട് ഇരുന്ന് അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റി വേറൊരു മേക്ക് ഓവർ കൊടുത്താണ്. പിന്നെ സ്കേർട്ട് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക്കൊക്കെ ഞാൻ മേടിക്കുന്നത് തന്നെ തലേ ദിവസം പോയിട്ടാണ്, വൈകുന്നേരം പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ രാത്രി തന്നെ എനിക്കത് സ്റ്റിച്ച് ചെയ്തെന്ന്. പിന്നെ അതിനൊരു സ്കാലപ്പ് വർക്കുള്ള നമ്മളെ സ്കേർട്ടിന് മാച്ച് ചെയ്യുന്ന ഒരു ദുപ്പട്ടയും കൂടെ ഇട്ടപ്പം സെറ്റായി. അങ്ങനെ നമ്മൾ ഷൂട്ടിന് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇൻഷാദ് കുറേ നമ്മളെ കാൻഡിഡേറ്റ്സൊക്കെ എടുക്കുന്നുണ്ട്. ആ സാധനം വെക്കണ്ടില്ലായിരുന്നു, ആ ഓറഞ്ച് ഫ്ലവറിന്റെ അതെവിടെ വെക്കണ്ടേ? ഫോട്ടോ അല്ലേ വേണ്ട? ഞാനേ കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് അനുസരിച്ച് പോയി, ഇവിടെ എല്ലാവരും പേടിച്ചോടി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സദ്യ വിളമ്പാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പം സ്നാക്സ് ഉണ്ടായിരുന്നു. ഞാൻ സ്നാക്സ് ഒന്നും കഴിച്ചില്ല, ഞാനൊരു കോഫി മാത്രം കുടിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് ഇരുട്ടായപ്പോഴത്തേക്കും അവിടെയൊക്കെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6:30 വരെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല ഇരുട്ടായപ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും ടയേർഡായിരുന്നു. പിന്നെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ റൂം തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം ഞങ്ങൾ കയറിയതിൻ്റെ എല്ലാ വൃത്തികേടും ആ റൂമിലുണ്ട്. ഇതാണ് ഞങ്ങളെ റൂം. ഇതവിടെ ഒരാൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റൂഫിനോട് ചേർന്നിട്ട് വേറൊരു സ്പേസും കൂടെ ഉണ്ട്. അവിടെ അവരൊരു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഒരു ബേസ്മെൻറ്റും കൂടെ ഉണ്ട്. അതിലേക്കുള്ള സ്റ്റെയറാണ് കാണുന്നത്. ഇത് പിന്നെ നമ്മുടെ റൂം തുറന്നാൽ കാണുന്നത് ഡൈനിങ് ഏരിയയും കിച്ചണും എല്ലാം കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് കേട്ടോ റൂമുള്ളത്. ഇത് മറ്റവരുടെ റൂമാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് പോയി നോക്കട്ടെ. ആ മരത്തിൻ്റെ ചുവട്ടിൽ ആരോ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ. യാരിത്? ഓക്കെ, എനിക്ക് ആരാന്ന് മനസ്സിലാവില്ല, ഈ ഡ്രസ് ഇട്ടുകൊണ്ട്. അപ്പം നമ്മളെ ഡിന്നർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ.
അങ്ങനെ ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്കും എല്ലാവരും സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വർത്തമാനം പറയാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് അവിടെ ഇരുന്ന് ജസ്റ്റ് കത്തിയൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ട്രീ ഹൗസ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനും ശ്രീയും കൂടെ ഒന്ന് ട്രീ ഹൗസ് വരെ പോയി. ഇതാണ് നമ്മളെ ട്രീ ഹൗസ്. അവിടെ ഒരു ടേബിളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. താഴെന്ന് അവർ എന്തൊക്കെയോ കോപ്രായം കാട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല ഫണ്ണായിരുന്നു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പം എല്ലാവരും ഡിന്നർ കഴിക്കാനിരുന്നു. പിന്നെ കുറച്ച് ടൈമും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചു. രാവിലെ നേരത്തെ എണീറ്റിട്ട് അതിരപ്പള്ളി വിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഒരു 12 മണിയൊക്കെ ആയപ്പം പോയി കിടന്നു. നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും എണീക്കാൻ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വാഷ്റൂം ഒഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങളൊക്കെ എണീക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഒരാൾ സ്ഥലം വിട്ടുണ്ടായിരുന്നു. അഞ്ചു ടീച്ചർ ആയതുകൊണ്ട് നമുക്ക് സ്കൂളിൽ നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറി ഇരുന്ന്. അങ്ങനെ അവർ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് മേക്കപ്പൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ബാഗും കൂടെ പാക്ക് ചെയ്യാണ്ടായിരുന്നു. യെസ്, അവിടൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത് ഈ കാണുന്ന ചേച്ചി അവിടുത്തെ സ്റ്റാഫാണ്. ഈ ചേച്ചിയാണ് നമുക്ക് ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അതിരപ്പള്ളിയിലേക്ക് വിടുകയാണ്. വേണ്ട, നീ ഓടി. ആന ഇറങ്ങുന്ന സ്ഥലമാണ്, നിർത്താൻ പാടില്ല. വഴിയിൽ വെച്ച് ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ ഇറങ്ങി.
അപ്പോൾ അവർ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ജ്യൂസൊന്നും പ്രിഫർ ചെയ്യാറില്ല. ഒന്നെങ്കിൽ ടീയോ അല്ലെങ്കിൽ കോഫിയോ, വേറെ ഒന്നുമല്ല, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചിറക്കലിൽ നിന്ന് ഒരു 1.5 hour എടുത്തു അതിരപ്പള്ളി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ അവിടേക്ക് നടന്നു. നമ്മളൊരു ഉച്ചയ്ക്ക് ആവാറായിട്ടുണ്ടായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അത്ര വെയിലും ഇല്ല എന്നാലിട്ട് മഴയും ഇല്ലാത്തൊരു നല്ലൊരു ടൈമായിരുന്നു. അവിടെയാണെങ്കിൽ നല്ല റഷ് ഉണ്ടായിരുന്നു. ഇപ്പം സീസൺ ആയതുകൊണ്ടാവും നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ പോയാലാണ് നമുക്ക് ഇത്രയും ഹെവി വാട്ടർഫോൾസ് കാണാൻ പറ്റുക. ഇത് ശരിക്കും വെള്ളം നമ്മളെ മേലേക്ക് അടിച്ച് കയറുന്നൊരു ഇതായിരുന്നു. ശരിക്കും നമ്മൾ അവിടെ പോയി നിന്നാൽ തന്നെ നല്ലൊരു മഴ കൊണ്ട ഫീലാണ്. ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടോ, ഒരു സ്നോ പോലെയാണ് നമുക്ക് തോന്നുക വെള്ളം വന്ന് വീഴുന്ന കണ്ടാൽ. നമ്മളതിന് കുറച്ച് ദൂരം നിന്നാൽ പോലും നമ്മളെ മേലേക്ക് വെള്ളം നന്നായിട്ട് അടിച്ച് കയറും. അപ്പം ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അതിൻ്റെ അവിടെ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല കുളിച്ചിറങ്ങിയ അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. ടൈം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങി, നല്ല ടയേർഡായിരുന്നു. ആ ടൈം ആയപ്പോഴത്തേക്ക് അവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് തീർന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ചൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ആകെ ഉണ്ടായിരുന്ന നൂഡിൽസും പിന്നെ ഫ്രൈഡ് റൈസും ആയിരുന്നു. പിന്നെ അത് ഓർഡർ ചെയ്തു. നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. കോഴിക്കോട് കിട്ടാത്ത സാധനം നല്ലൊരു റംബൂട്ടാൻ അവിടെ നിന്ന് ഞാൻ നേരത്തെ എന്താ വിചാരിച്ചറിയോ, ഫുഡ് ഷോ എല്ലാ സ്റ്റോളും കറിയൊക്കെ ഞാൻ നാൻസിൻ്റെ വീട് തൃശ്ശൂരായതുകൊണ്ട് ഞങ്ങൾ അവളെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പിന്നെ അവിടെ ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. പിന്നെ ഞാനൊരു 11 മണിയായിട്ടുണ്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഞാൻ നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.